ഇറാൻ യുദ്ധം കാരണം ഇന്ന് പി ജിയിൽ ചപ്പാത്തി ഇല്ല. സോ കെറ്റിലിൽ മാഗി ഉണ്ടാക്കാം, പിന്നെ കോഫി. എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ കെറ്റിൽ നിന്ന് മാഗി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മൾ 2 പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടാട്ടോ സഹതി, നല്ല കമ്പനിയാണ്. എൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ്, ഞങ്ങളുടെ പി ജിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ റൂമിൽ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കും ചില സമയത്ത്. അപ്പോൾ കെറ്റിലിൽ ഞാൻ ഇതുവരെ മാഗി ഉണ്ടാക്കിയില്ല, പക്ഷേ പുള്ളി മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാഗി പൊടിച്ചിട്ടേ ആദ്യം കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് വെന്ത് കിട്ടുമെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല. പിന്നെ മാഗി മസാലയും പൊടിച്ച് നമ്മൾ അതിനകത്തിടുകയാണ്. ഏകദേശം ഒരു പാക്കറ്റിനുള്ളിൽ 2-3 മസാല കാണുമല്ലോ. നമ്മുടെ ഒന്ന് ക്യാരറ്റ് മിക്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പൊടിയിട്ടു ഗൈസ്. പി ജിയിലങ്ങനെ സാധാരണ ചോറും ചപ്പാത്തിയും കറിയും ഉണ്ടാകുന്നു. ഇപ്പം പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം വെറും ചോറും അതും ചെറിയൊരു വെള്ളം പോലത്തെ ഒരു സാമ്പാർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കുക്കായിട്ടുണ്ട് നന്നായിട്ട്. കുറച്ച് വെള്ളം അധികമാണ്, അത് ഊറ്റിയിട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ മസാല കുറച്ച് അധികം ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. സഹദിൻ്റെ കയ്യിൽ പിന്നെ നമ്മുടെ കോപ്പിക്കോടയും അതുപോലെ തന്നെ വേറൊരു കോഫി പൗഡറുണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതിൽ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെന്താ, അത് കോഫി ബീറ്റർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തു. നല്ല ചൂടായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് കുടിച്ചിട്ടുണ്ട്. കോപ്പിക്കോട പൗഡറാണ് എനിക്ക് തന്നത്. അവൻ വേറൊരു കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്കെല്ലാം ആഡ് ചെയ്ത് കിട്ടും. ഷുഗറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കാണും. നമ്മൾ ചുമ്മാ ഒരു ചൂടുവെള്ളത്തിലിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് അധികമായിരിക്കും, നല്ല പതയൊക്കെ കിട്ടും നമുക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സംഭവം. ഇന്ന് ഇപ്പം മാഗിയും ചായയും കുടിക്കാനാണ് പുറപ്പെടുന്നത് രാത്രി. പിന്നെ അത്താഴത്തിന് പള്ളി നമുക്ക് സഹരി കിട്ടുമല്ലോ. സംഭവം പൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെറസിൽ പോയിട്ട് കഴിക്കണം. ഞങ്ങളെന്നും ടെറസിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അവിടെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് 4ാം നിലയിലാണ് ഞങ്ങളുടെ റൂം. അതിൻ്റെ മുകളിലാണ് ടെറസ്. ഇതാണ് ടെറസിൻ്റെ വ്യൂ. ഫുള്ള് ബിൽഡിങ്ങാണ്. വീട്ടിൻ്റെ ഹോട്ടൽ ഗുരുപ്പൻപാളയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സോ നല്ല സുഖമാണ്. രാത്രി ഞങ്ങളിവിടെ വന്നിട്ട് ചെറിയ പാട്ട് കച്ചേരിയൊക്കെ നടത്തും. ഞങ്ങൾ രണ്ടാളും നല്ല കമ്പനിയാണ്. ഞങ്ങൾ രണ്ടാളും, അവനും അത്യാവശ്യം പാട്ടൊക്കെ ഭയങ്കര ക്രൈസുള്ളതാണ്. സോ സെറ്റാണ് ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കെറ്റിലിൽ മാഗി ഉണ്ടാക്കിയൊക്കെയാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ട് ഉയരങ്ങളിൽ പോയി ചായ കുടിക്കണം എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാദ് കൂടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലുള്ളത് കെറ്റിലിൽ ഉണ്ടാക്കിയ മാഗിയാണ്. കുഴപ്പമില്ല, സെറ്റാണ്. കോഫി ഇറാൻ യുദ്ധം കാരണം ഇന്ന് പി ജിയിൽ ചപ്പാത്തി ഇല്ല. സോ കെറ്റിലിൽ മാഗി ഉണ്ടാക്കാം, പിന്നെ കോഫി. എൻ്റെ ഫ്രണ്ടും ഉണ്ട്.